സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബിയുടെ കുറവാണ് വായ്പുണ്ണിന് കാരണമാകുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണ്. ഗ്ലാസ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്? ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത തുറമുഖത്തെയാണ്. കൊൽക്കത്ത തുറമുഖത്തെയാണ് ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടന അനുച്ഛേദനം ഏത്? മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 47 അനുച്ഛേദം 47. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, സൂര്യനിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയെന്ന് കമന്റ് ചെയ്യുക. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് നിലവിൽ വന്ന വർഷം. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2000 ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL നിലവിൽ വന്നത്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായി വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയുവാൻ ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായിട്ടും അതുപോലെ വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്, റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉപ്പാണ്. ഉപ്പ് സോഡിയം ക്ലോറൈഡ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണാണ്. പീറ്റ് മണ്ണ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ് സെറോട്ടിക് ആസിഡ് ആണ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡാണ് സെറോട്ടിക് ആസിഡ്. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആയിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ വിളിക്കുന്നത്, ശബ്ദത്തിന്റെ കൂർമ്മതയെ വിളിക്കുന്നത് സ്ഥായി അല്ലെങ്കിൽ പിച്ച് എന്നാണ്. സ്ഥായി. ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക അവകാശങ്ങൾ 6 മൗലിക കടമകൾ എത്ര എണ്ണമാണുള്ളത്? 11 മൗലിക കടമകളും 6 മൗലിക അവകാശങ്ങളുമാണ് ഉള്ളത്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പൊ ഈ ക്ഷുദ്രഗ്രഹങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് വരുന്നത് എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ വരുന്നത്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് എന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ. ഗ്ലാസിന് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം. ഗ്ലാസിന് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ക്രോമിയമാണ്. ക്രോമിയമാണ് ഗ്ലാസിന് പച്ച നിറം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹം. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫ്ലോറ എന്നാണ്. ഫ്ലോറ. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേരാണ് ഫ്ലോറ.
G3 കോലിഹാൻ ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? G3 അതുപോലെ കോലിഹാൻ എന്നീ ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? ചെമ്പ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ ഖനികളാണ് G3, കോലിഹാൻ എന്നിവ. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം ഏതാണ്? ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? യുറാനസ് ആണ്. വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? വനാഞ്ചൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജാർഖണ്ഡാണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത ഏത്? ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാതയാണ് അസിർഗഡ് ചുരം. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ഏത്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ആമുഖത്തെയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് അറിയപ്പെടുന്നത്. ISOയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആര്? ISO ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാണ്? MGK മേനോനാണ്. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജ്ജം, വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജ്ജത്തിന് എന്താണ് സംഭവിക്കുന്നത്? സ്ഥിതികോർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്, കൂടുന്നു. ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് ശിവരാജയോഗി തൈക്കാട്ട് അയ്യാ ഗുരുവാണ് ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നത്. തൈക്കാട്ട് അയ്യാ ഗുരു. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന പദാർത്ഥം ജിപ്സം. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം. ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് സീസിയം ആണ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സീസിയം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഗ്ലാസ് ആണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? സേഫ്റ്റി ഗ്ലാസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, കോശത്തിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കോശത്തിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. അടുത്ത ചോദ്യം, അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് എന്താണ്? അസാധാരണ സംയുക്തം ജലമാണ് അസാധാരണ സംയുക്തം എന്ന് അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് പത്രപ്രവർത്തന മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോൺ കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളോ? മങ്ങിയ പ്രകാശത്തില് റോഡ് കോശങ്ങളാണ്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളും മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളുമാണ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതിയാണ് ടോണോമെട്രി. എന്താണ്? കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് ആണ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? പൈറക്സ് ഗ്ലാസ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏത്? സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്.
അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആര്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖകൾ സിറിൽ റാഡ്ക്ലിഫ് ആണ്. സിറിൽ റാഡ്ക്ലിഫ്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം സിൽവർ നൈട്രേറ്റ് ലായനിയാണ്. സിൽവർ നൈട്രേറ്റ് ലായനി. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായിട്ട് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി ആണ് കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായിട്ട് ജലം നിർമ്മിച്ചത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസം. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് ശുക്രസംധരണം എന്ന് അറിയപ്പെടുന്നത്. ശുക്രസംധരണം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം ഏതാണ്? മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന് അറിയപ്പെട്ടത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ എവിടത്തെയാണ്? ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന പേശികൾ. നേത്ര ലെൻസിന്റെ കണ്ണിലെ ലെൻസിന്റെ വക്രത ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഏതാണ്? സീലിയറി പേശികൾ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഇടയായ ഭരണഘടനാ ഭേദഗതി. കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനിടയായ ഭരണഘടനാ ഭേദഗതി 7ാം ഭേദഗതിയാണ്. 1956 7ാം ഭേദഗതി. പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിന്റെ പൂർണ്ണരൂപം. പിൻ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പിൻ എന്ന വാക്കിന്റെ പൂർണ്ണരൂപമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ്? ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ചത് മുരിക്കുംപുഴ ക്ഷേത്രത്തിലാണ്. മുരിക്കുംപുഴ ക്ഷേത്രം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം 32 അനുച്ഛേദം 32. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 14 വയസ്സാണ്. 14 വയസ്സ്. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ ആസ്ഥാനം. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ ആസ്ഥാനം ഗോവയാണ്. ഗോവയില് നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് NCPOR. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗോവയാണ്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കുവാൻ അവസരമൊരുക്കുന്ന നിയമം ഏതാണ്? സേവനാവകാശ നിയമമാണ്. സേവനാവകാശ നിയമം. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം ഏതാണ്? SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം മിഠായി തെരുവാണ്. മിഠായി തെരുവ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ്? കേരളത്തിൽ നിന്ന് ഏറ്റവും
കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്, ചെമ്മീൻ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്, ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? മെർക്കുറി തെർമോമീറ്റർ ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡാണ്, കാസർഗോഡ് ജില്ല. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നു? ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്? ലക്ഷദ്വീപിൻ്റെത് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്, കേരള ഹൈക്കോടതി. അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്, സഹോദരൻ അയ്യപ്പൻ. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? 3 3 വിധത്തിലുള്ള അടിയന്തരാവസ്ഥയാണ്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിങ്ങനെ 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്. ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? സ്വദേശി പ്രസ്ഥാനമാണ്, സ്വദേശി പ്രസ്ഥാനം. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് കോശഭിത്തിയാണ്, കോശഭിത്തി. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം ഏതാണ്? ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയയാണ്, അമോണിയ. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം ഏതാണ്? അമോണിയ. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണം ഏത്? പ്രകാശ സംശ്ലേഷണം ഹരിതകണമാണ്, ഹരിതകണം. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്? ബാക്ടീരിയ ആന്റണി വാൻ ലീവൻ ഹോക്ക് ആണ്, ആന്റണി വാൻ ലീവൻ ഹോക്ക് ആണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം? ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് എന്നാണ്, എലിഫസ് മാക്സിമസ് എന്നാണ് ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം, എലിഫസ് മാക്സിമസ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് അറിയപ്പെടുന്നത്, ദേശീയ വരുമാനം. കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആര്? കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹാലനോബിസ് ആണ്, PC മഹാലനോബിസ്. എവിടെയാണ്? കൊൽക്കത്തയിൽ. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം GST കൗൺസിലാണ്, GST കൗൺസിൽ. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന. നർമ്മദ ബച്ചാവോ ആന്തോളനാണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കർണാടകയിലാണ്, 1983. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ.
പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? VR പ്രബോധചന്ദ്രൻ നായരാണ്. VR പ്രബോധചന്ദ്രൻ നായർ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. പൂക്കൾ, ഫലങ്ങൾ. സാന്തോഫിലാണ്. സാന്തോഫിൽ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി. മാഹാളി. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം. കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ്. സിൽവർ അയോഡൈഡ്. കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. വിദ്യാധിരാജൻ. വിദ്യാധിരാജൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ജാതി നിർണയം. ജാതി നിർണയം എന്നത് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത് ജാതി നിർണയം എന്ന കൃതിയിലാണ്. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഗുരുവിന്റെ ഗുരു തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം. ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് USA ആണ്. USA. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിന് ആവശ്യമായതാണ് താപധാരിത. എന്താണ്? താപധാരിത. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കുവാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ലൈസോസോമാണ്. ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജന്തു ശരീരം തിയോഡർ ഷോൺ ആണ്. തിയോഡർ ഷോൺ. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ഫെബ്രുവരി 2. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 21 നിന്നും 18. 61ാമത്തെ ഭേദഗതിയാണ്. 61ാം ഭേദഗതി. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഫോക്ലോർ മ്യൂസിയം എറണാകുളത്താണ്. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി CK ലക്ഷ്മണനാണ്. CK ലക്ഷ്മൺ. അവസാനത്തെ ചോദ്യം. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്നത് സിങ്കോണയിൽ നിന്നുമാണ്. ക്യുനൈൻ എന്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? മലേറിയക്കെതിരെ. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ഏതാണ്? സിങ്കോണയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.